കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 5.0. എന്റെ പേര് മുബീന എന്നാണ്. ലേൺവൈസ് കൊമേഴ്സ് മാനേജ്മെന്റിലെ മെന്ററാണ്. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ടാണ്. അപ്പൊ നമ്മളിവിടെ നോക്കാൻ പോകുന്ന പേപ്പർ BCom-ജിയുടെ BCOC 135 കമ്പനി ലോ എന്ന് പറയുന്ന ഒരു പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിന് മുമ്പും നമ്മൾ കമ്പനി ലോയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മുൻകഴിഞ്ഞു പോയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഏതാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്, ഏതിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതുപോലെ തന്നെ നോർമലി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മളൊരു വൈഡ് ആയിട്ടായിരിക്കും ഒരു ബുക്ക് നമ്മൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് പഠിക്കണം എവിടെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഓൾറെഡി ഉണ്ടാവാറുണ്ട്. പക്ഷെ നമ്മൾ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മളത് നോക്കിക്കൊണ്ട് പഠിക്കുന്ന സമയത്ത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ബ്ലോക്കുകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇങ്ങനെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ പഠനം നമുക്കൊന്ന് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ ആവശ്യമുള്ളത് ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് അവിടെ ഇവിടെയും പഠിച്ചു പോകുന്നതിന് പകരം ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമുക്ക് നന്നായിട്ട് നോക്കി നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ എല്ലാം ഇൻക്രീസ് ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് മാർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിലോട്ട് നമുക്ക് നീങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഇതിന്റെ റോഡ് മാപ്പ് എന്നുള്ള ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ പറയുന്നത് നമ്മൾ സിലബസ് മാപ്പിംഗ് ആണ്. നമ്മൾ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ സിലബസിനകത്ത് വരുന്ന മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ്, ഡയറക്ടേഴ്സ് മീറ്റിംഗ്, അതുപോലെ തന്നെ ഡിവിഡൻഡ്, ഓഡിറ്റ്, വൈൻഡപ്പ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് ബ്ലോക്ക് വൈസും അതുപോലത്തെ യൂണിറ്റ് വൈസും നമ്മളൊരു പക്ക സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയായിരിക്കും നമ്മുടെ സെഷൻ പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പല തവണയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം അതിന്റെ മാർക്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞുകൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് എല്ലാം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ റിപ്പീറ്റഡ്ലി വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ ഈ സെഷനകത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇനിയുള്ള പ്രോബിലിറ്റി, അതുപോലെ തന്നെ ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്ന ഈ ഡിസംബർ 2025 കമ്പനിയിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് രൂപത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളൊരു പ്രഡിക്ഷൻ നമ്മൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അതിന്റെ ഒരു പ്രോബിലിറ്റി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെ നമ്മൾ ഇതിന് ആൻസർ എഴുതണം, ഇതിന്റെ മാർക്ക് സ്കീം എങ്ങനെയൊക്കെ ആയിരിക്കും വരിക എന്നുള്ളതും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് മെത്തഡോളജി കോൾ ഔട്ടിൽ പറയുകയാണെങ്കിൽ നമുക്ക് മുൻകഴിഞ്ഞു പോയിട്ടുള്ള എക്സാമുകളെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ഓരോ സിലബസ് നമ്മുടെ സിലബസിലുള്ള ബ്ലോക്കും യൂണിറ്റ് വൈസും ഏതാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് ആ ഒരു വെയിറ്റേജ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത് വെച്ച് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആ ഒരു കമ്പനി ലോ എന്നുള്ളൊരു പേപ്പർ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പൊ നമുക്ക് ഏതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി പഠിക്കുന്ന സമയത്ത് ഈ 2025 ഡിസംബറിലെ എക്സാം ഒരു നല്ല സ്ട്രോങ് ആയിട്ട് അതേപോലെ നന്നായിട്ട് പെർഫോം ചെയ്യാനും സാധിക്കുന്ന ഒന്നായിരിക്കും നമ്മുടെ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ സിലബസ് മാപ്പിംഗ് ആണ് പറയുന്നത്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും എല്ലാം നമ്മൾ എക്സാം റെലവൻസോട് കൂടി തന്നെ ഇത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ ഏതൊക്കെ ബ്ലോക്കിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ചോദിക്കാൻ ചാൻസ് എന്നുള്ളതും അത് മുൻകഴിഞ്ഞ എക്സാമുകളിൽ എത്ര തവണ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇതിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതും കൂടെയാണ് നമ്മൾ ഈ ഒരു ടേബിൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിലോട്ട് പോകുന്ന സമയത്ത് അവിടെ നമ്മൾ യൂണിറ്റ് 1 പറയുന്നുണ്ട്. ഇപ്പൊ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് എന്ന് കോപ്പറേറ്റ് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ് കോപ്പറേറ്റ് വെയിൽ എന്താണ് എന്നുള്ളത്. അപ്പൊ അത് 12 തവണയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മുൻകഴിഞ്ഞ ഒരു 5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുന്ന സമയത്ത് 12 തവണ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ റെലവൻസ് അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്.
അതേപോലെ ബ്ലോക്ക് 1-ൽ നിന്ന് യൂണിറ്റ് 3-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രൊമോട്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് ചോദിച്ചിട്ടുണ്ട്. അത് 9 തവണ റിപ്പീറ്റഡ്ലി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന് മീഡിയം റെലവൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ബ്ലോക്ക് 2-ലോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് 2-ൽ യൂണിറ്റ് 6-ൽ നിന്നുള്ള MOA മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്കാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അത് 11 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൈ ആണ് നമ്മൾ അതിന്റെ റെലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ബ്ലോക്ക് 2-ൽ നിന്നുള്ള യൂണിറ്റ് 7-ൽ നിന്നുള്ള AOA ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇതും ഇമ്പോർട്ടന്റ് ആണ്. 8 ടൈംസ് ഇത് ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബിലോ 10 ആവുമ്പോൾ നമ്മൾ മീഡിയം ആയിരിക്കും, എബവ് 10 ആവുമ്പോഴേ നമ്മൾ ഹൈ റെലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി 5 ബിലോ ആണ് എങ്കിൽ നമ്മൾ അതിന് ലോ റെലവൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ബ്ലോക്ക് 3-ലോട്ട് പോകുന്ന സമയത്ത് ബ്ലോക്ക് 9-നുള്ള ഷെയർ ക്യാപിറ്റലിന്റെ ടൈപ്സ് ഏതൊക്കെ ടൈപ്സ് ആണ് ഷെയർ ക്യാപിറ്റൽ ഉള്ളത്? 10 ടൈപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹൈ റെലവൻസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് 3-ലോട്ട് പോകുന്ന സമയത്ത് യൂണിറ്റ് 10-ൽ നിന്നുള്ള ഒരു അലോട്ട്മെന്റും അതുപോലെ തന്നെ ഫോർഫീച്ചർ ഷെയർസ് എങ്ങനെ അലോട്ട് ചെയ്യണം, എങ്ങനെ നമ്മളത് ഫോർഫീച്ചർ ചെയ്യും എന്നുള്ള ഒരു കാര്യം അത് 13 ടൈംസ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹൈ റെലവൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഹൈ റെലവൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ട് കളയാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഈ ഹൈയും മീഡിയവും ലോ റെലവൻസ് എങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ തന്നെ നമ്മളൊരു ബാർ ചാർട്ട് ത്രൂ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ ആണ് നിങ്ങൾക്ക് ഈ കാണുന്നത്. ഏതൊക്കെ ബ്ലോക്ക് എന്നാണ് ഏതൊക്കെ ബ്ലോക്കാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഒത്തിരി ഒരു ബാർ ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ബ്ലോക്ക് 4-ൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 2 ഉണ്ട്. അതേപോലെ തന്നെ ബ്ലോക്ക് 1-ഉം 3-യും ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് ആണ് നമുക്ക് എത്ര വരുന്നത് ബ്ലോക്ക് 5-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഹീറ്റ് മാപ്പ് ആണ്. അത് ബ്ലോക്കും യൂണിറ്റും വൈസ് ഏതാണ് ഇപ്പൊ നമ്മൾ നോർമലി ഇവിടെ ബ്ലോക്ക് വൈസ് ആണ് നേരത്തെ ഒരു വാർത്താറ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ബ്ലോക്കിലും പല യൂണിറ്റുകൾ ഉണ്ടല്ലോ. ഇപ്പോൾ ഒന്നാമത്തെ ബ്ലോക്കിൽ പല യൂണിറ്റ് ഉണ്ടാവും, രണ്ടാമത്തെ ബ്ലോക്കിൽ വരുമ്പോൾ അതിലും ഒരുപാട് യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ ബ്ലോക്കിലും യൂണിറ്റ് വൈസും എങ്ങനെയൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഏത് രൂപത്തിലാണ് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അതിന് സ്റ്റേറ്റിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ക്വസ്റ്റ്യൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഡാർക്ക് ആ ഒരു കളറിൽ വരുന്നതാണ് അത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ളത്. ആ ഒരു വയലറ്റ് കളറിൽ നല്ല ഡാർക്ക് പർപ്പിൾ കളറിൽ കാണുന്നത് നമുക്ക് അധികം ചോദിക്കാത്ത ഒരു ഇതാണ്. പിന്നെ അതിന്റെ ഈ ഒരു കളർ ഷെയ്ഡ് നിങ്ങൾക്ക് വെച്ചുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും. ഇതിന്റെ കളർ ഷെയ്ഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ 2 ടൈംസ് 4 ടൈംസ് 6 ടൈംസ് 8 ടൈംസ് 10 ടൈംസ് ഒരു യെല്ലോ കളറിലോട്ടൊക്കെ എത്തുമ്പോഴേക്കും അത് നമുക്ക് കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓരോന്നിന്റെയും നോക്കാം. ഫസ്റ്റ് ബ്ലോക്കിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്കിലുള്ള അത്രയും യൂണിറ്റുകൾ, അപ്പൊ ആ ഒരു യൂണിറ്റിൽ നമുക്ക് അത്രയും റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. എന്നാൽ പിന്നെ ഏകദേശം ഒരു ഷെയ്ഡിലൊരു മാറ്റം വന്നിട്ടുമുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഏകദേശം അത്യാവശ്യം ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി മൂന്നാമത്തെ ബ്ലോക്കിലോട്ട് വരുന്ന സമയത്തും ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് 10th യൂണിറ്റ് ഒക്കെ വരുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് നാലാമത്തെ ബ്ലോക്കിലോട്ട് വരുന്ന സമയത്ത് നമ്മുടെ 6 യൂണിറ്റിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ബ്ലോക്ക് 5-ലോട്ട് പോകുന്ന സമയത്ത് അത്ര റെലവൻസ് ഇല്ലെങ്കിൽ പോലും ഏകദേശം കുറച്ചൊക്കെ ഒരു 20-17 യൂണിറ്റ് എന്നൊക്കെ അത്യാവശ്യം ക്വസ്റ്റ്യൻ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഓരോ ബ്ലോക്കിലും ഓരോ യൂണിറ്റ് വൈസ് എത്രത്തോളം ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമുക്ക് കൂടുതലായിട്ട് റിപ്പീറ്റഡ്ലി ചോദിക്കാൻ ചാൻസ് അല്ലെങ്കിൽ ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഏതാണ് നമുക്ക് കൂടുതലായിട്ട് എപ്പോഴും ചോദിച്ച് കാണാറുള്ള 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ഡയറക്ടേഴ്സിൻ്റെതാണ്. ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ്, അതുപോലെ തന്നെ ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 13ാമത്തെ യൂണിറ്റിലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. ഇത് നമുക്ക് റിപ്പീറ്റഡ്ലി എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നന്നായിട്ട് തന്നെ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആക്കുന്നുണ്ട് എന്നും ഇത് നിങ്ങൾക്ക് നന്നായിട്ട് എഴുതി ശീലിക്കാനും നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ടോപ്പിക് ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും ആണ്. ഷെയർ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, എങ്ങനെ അത് ട്രാൻസ്മിഷൻ ആവും എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ബ്ലാങ്ക് ട്രാൻസ്ഫർ, എങ്ങനെയാണ് ഫോർജഡ് ട്രാൻസ്ഫർ ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് യൂണിറ്റ് 11-ലായിരുന്നു പറയുന്നത്. ഇതും തന്നെ നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ടോപ്പിക് പറയുന്നത് മീറ്റിംഗ് ആണ്. മീറ്റിംഗ് ആൻഡ് റെസൊല്യൂഷനിലുള്ള AGM ആൻഡ് EGM. എന്താണ് AGM ആൻഡ് EGM എന്ന് വരുന്നത്? ആനുവൽ ജനറൽ മീറ്റിംഗും അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 മീറ്റിംഗ്സ് ആണ്. അപ്പൊ എങ്ങനെ ഈ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ക്വാറം നമ്പർ, ടൈപ്സ് ഓഫ് റെസൊല്യൂഷൻസ്,
എല്ലാ കാര്യങ്ങളും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് യൂണിറ്റ് 16ലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. അപ്പൊ ഇതും തന്നെ നന്നായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് എന്താണ് AGM, എന്താണ് EGM എന്നുള്ളത് വിത്ത് ഡെഫിനിഷനോട് കൂടി തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഈ 3 ടോപ്പിക്ക് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. നല്ലതായിട്ടൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നമ്മുടെ ഹൈ yield ടോപ്പിക്സിൽ വരുന്ന 3 ടോപ്പിക്കുകളാണ്. ഇനി നമ്മൾ പറയുന്നത് ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറിയാണ്. എങ്ങനെയാണ് ഈ ഒരു കോംപ്രഹെൻസീവ് പാറ്റേൺ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസംബർ 2021 മുതലുള്ള ഈ ജൂൺ ഇപ്പൊ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള 2025 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നോർമലി നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ പേപ്പർ, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിക്കുന്ന ലേണേഴ്സ് ഉണ്ട്. ഇത് നമുക്ക് ഡിസംബർ 2021 മുതൽ 2025 ജൂൺ വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പല പല ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കുന്നതിന് പകരം നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ ഒരുമിച്ച് അനലൈസ് ചെയ്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ് ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ നല്ലൊരു സ്ട്രക്ചറോട് കൂടിയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഇത്രയും ഒരു ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ എങ്ങനെയൊക്കെ വന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 2 പാർട്ട് എക്സേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 2 പാർട്ട് എക്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. പക്ഷെ അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവാം. ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. ഒരു ക്വസ്റ്റ്യൻ ഒന്നാമത്തെ നമ്പർ ഇട്ട് ചിലപ്പോൾ അതിനകത്ത് A, B എന്ന് പറഞ്ഞ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ആയിരിക്കാം. അതല്ല എങ്കിൽ ചിലതിനകത്ത് 12 മാർക്കിന്റെയും 8 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസിനായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ ചില സമയത്ത് 5 മാർക്കിന്റെയും 15 മാർക്കിന്റെയും 2 ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കാറുണ്ട്. ഇതിനെ നമ്മൾ 2 പാർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ 350 to 450 വേർഡ്സ് എങ്കിലും അതിനകത്ത് എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ പേജ് നമ്പർ പറയാത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ സമയത്തും എല്ലാവരുടെയും ഹാൻഡ് റൈറ്റിംഗ് ഒരേപോലെ ആവണമെന്നില്ല. ചില ആൾക്കാർ നല്ല വലുതായിട്ടായിരിക്കും എഴുതുന്നുണ്ടാവാം, ചില ആൾക്കാരുടെ റൈറ്റിംഗ് ഭയങ്കര ചെറുതായിരിക്കും. അപ്പോ ഇത് നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പറയാൻ പറ്റില്ല. അപ്പൊ വലിയ എഴുത്തൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ, വലിയതായിട്ട് എഴുതുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു 1-2 കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴേക്കും ഒരു പേജ് കവർ ചെയ്ത് പോകും. അപ്പൊ നമുക്ക് ഈ പേജ് നമ്പർ ഇത്രയും നമ്മൾ പറയുന്നില്ല, വേർഡ്സ് ആണ്. അപ്പൊ നിങ്ങൾ എഴുതുന്ന ആ ഒരു ലൈനിനകത്ത് എത്രത്തോളം വേർഡ്സ് വരും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എത്രത്തോളം എഴുതണം എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇതേപോലുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് 350 to 450 വേർഡ്സ് എങ്കിലും പ്രത്യേകിച്ച് എഴുതാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ലോങ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സിംഗിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 20 മാർക്ക്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിന് 20 മാർക്ക്, അതിനകത്ത് പിന്നെ സ്പ്ലിറ്റ് ചെയ്യാണ്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എന്താണ് ആ ഒരു ടേം എന്നുള്ളത് എഴുതുക, അതിനൊന്ന് ഡിഫൈൻ ചെയ്യുക. അതുപോലെ തന്നെ ഫീച്ചേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. അതേപോലെ തന്നെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അത് എഴുതി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് എഴുതി വരുന്ന സമയത്ത് ഒരു 400 to 500 വേർഡ്സ് എങ്കിലും ഉണ്ടായിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടെ വേണം. ഇനി ഷോർട്ട് നോട്ട്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോ ഏതെങ്കിലും കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ട് ഏതെങ്കിലും 2 എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും. അപ്പൊ അത് 10 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ, ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 150 to 200 വേർഡ്സ് എങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കണം. അപ്പൊ അങ്ങനെ രണ്ടും കൂടെ വരുമ്പോൾ ഒരു ഏകദേശം ഒരു 400 വേർഡ്സ് അപ്പോൾ ഓട്ടോമാറ്റിക് വന്നോളും. ഓക്കെ, ഇനി കമ്പാരിസൺ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. രണ്ടും കമ്പയർ ചെയ്തിട്ട് എഴുതാൻ അല്ലെങ്കിൽ അത് എന്താണ് എന്നുള്ളത് എഴുതാൻ. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് ടേബിൾ വൈസോ എങ്ങനെയാണോ നമ്മൾ എഴുതാൻ പോകുന്നത് ആ രീതിയിൽ നമ്മളിത് നന്നായിട്ട് ഇത് പ്രസന്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഏറ്റവും നല്ലത് ഇങ്ങനെ 2 പാർട്സ് ഒക്കെ ആയിട്ട് 2 കോളത്തിലൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതുന്ന സമയത്ത് 10 to 20 മാർക്സിനൊക്കെയാണ് വന്നിട്ടുള്ളത് എങ്കിൽ 180 to 300 വേർഡ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് എൻഷുർ ചെയ്യാം. ഈ നോർമലി MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് കമ്പനിയിലൂടെ പേപ്പറിനകത്ത് ചോദിക്കാറില്ല. ഓക്കെ, ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ 4 മോസ്റ്റ് ഫ്രീക്വന്റ് ഫോർമാറ്റ്സ്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫോർമാറ്റ്സിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഓൾറെഡി ഞാനത് ഓരോന്നും നിങ്ങൾക്ക് എങ്ങനെ വരണമെന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതിനകത്ത് വേണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം 2 പാർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ അറിയാലോ, 2 പാർട്ടാക്കി വരുന്നതാണ്. 350 to 450 വേർഡ്സ് നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരിക്കണം. ലോങ് എസ്സേ എന്ന് പറയുമ്പോൾ 20 മാർക്കിന് ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് തരുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് ആ കൺസെപ്റ്റ് എന്ന് ക്ലിയർ ആക്കിയിട്ട് ഡെഫിനേഷൻ ഒക്കെ എഴുതിയിട്ട് അതിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വിത്ത് എക്സാമ്പിളോട് കൂടി എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 400 to 500 വേർഡ്സ് ഇതിനകത്ത് ഉണ്ടായിരിക്കണം. ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കുറച്ച് ടോപ്പിക്സ് തന്നിട്ട് ഏതെങ്കിലും 1 or 2 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 4 ഒക്കെ ടോപ്പിക് എഴുതാൻ പറയുന്നതായിരിക്കും. അത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് 2 തരുന്നത് എങ്കിൽ
ഒരു 150 to 200 വേർഡ്സ് എങ്കിലും ഓരോ ക്വസ്റ്റ്യൻ, ഒരു മൊത്തം 20 മാർക്കിന്റെ അല്ല, 10 ആണെങ്കിൽ ഒരു 10 മാർക്കിന് 150 to 200 വേർഡ്സ്, രണ്ടാമത്തെ 10 മാർക്കിന് ഇതേപോലെ 150 to 200 വേർഡ്സ് എഴുതിയിട്ടുണ്ടായിരിക്കും. പിന്നെ കമ്പാരിസൺ ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ടേബിൾ വൈസ് ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ ഒരു 6 മുതൽ 8 പോയിന്റ്സ് എങ്കിലും മസ്റ്റായിട്ടും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ചിലത് 10 മാർക്കിനായിരിക്കും, ചിലത് 20 മാർക്കിനായിരിക്കും. അതിനനുസരിച്ച് നമ്മളത് എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. അത് ബ്ലോക്ക് വൈസും അതുപോലെ തന്നെ സെക്ഷൻ വൈസും നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ പ്രകാരമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡിസംബർ 2022 മുതൽ ഈ ജൂൺ 2025 വരെ 5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇതിനായിട്ട് അനലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ 100 മാർക്കിനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഒരു 100 മാർക്ക് എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്, ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇനി പറയുന്നത് കേട്ടോ. അപ്പൊ ഡിസംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെതാണ് ഈ തന്നിട്ടുള്ളത്. ബ്ലോക്ക് വൈസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് 2022 ഡിസംബറിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് 5 നിന്നായിരുന്നു. പിന്നെ ഏകദേശം ഈക്വൽ ആയിട്ടാണ് മൂന്നെണ്ണത്തും ബ്ലോക്ക് 1, 2, 4 വന്നിട്ടുണ്ടായിരുന്നത്. ബ്ലോക്ക് 3 നിന്നായിരുന്നു നമുക്ക് കുറവ് കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ജൂണിലോട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് 3 നിന്നായിരുന്നു. ബാക്കി പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 4ഉം ഈക്വൽ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്ലോക്ക് 1 കുറച്ച് ചോദിച്ചിട്ടുണ്ട്. വെറും 3%, 3.7% മാത്രമായിരുന്നു നമുക്ക് ബ്ലോക്ക് 5 നിന്ന് ജൂൺ 2023 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഡിസംബറിലോട്ട് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത് ബ്ലോക്ക് 1 നിന്നായിരുന്നു, പിന്നെ ബ്ലോക്ക് 2 നിന്ന്. പിന്നെ 3ഉം 4ഉം ഈക്വൽ ആയിട്ടാണ് വന്നത്. ബ്ലോക്ക് 5 നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിച്ചു കണ്ടിട്ടില്ല. ഈ ബ്ലോക്ക് നമുക്ക് ഡിസംബർ 2024 വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടത് ബ്ലോക്ക് 1 നിന്നാണ്. പിന്നെ നമുക്ക് 3ഉം 4ഉം ഈക്വൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 2 ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 5 നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും വന്നിട്ടില്ല. എന്നാൽ ജൂൺ 2025 ഇപ്പൊ ലാസ്റ്റ് വന്ന ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഒറ്റ ക്വസ്റ്റ്യൻ പോലും എവിടെ നിന്ന് വന്നിട്ടില്ല, ബ്ലോക്ക് 1 നിന്ന് വന്നിട്ടില്ല. എന്നാൽ ബാക്കിയുള്ള അതിനകത്ത് നമുക്ക് ബ്ലോക്ക് 2ഉം ബ്ലോക്ക് 5ഉം ആയിരുന്നു 27.8% ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഈക്വൽ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം നമുക്ക് ഈക്വൽ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള ഈ ഒരു 5 തവണത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് അനലൈസ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ നമുക്ക് വന്നിട്ടുള്ള ഒരു പെർസെന്റേജ് ആണ് ഇത്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പെർസെന്റേജ് ആണ് ഈ തന്നിട്ടുള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത് രണ്ടാമത്തെ ബ്ലോക്കിൽ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 3, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 4 20.8ഉം 20.6ഉം, പിന്നെ അതിനു മുമ്പ് 21.1% ബ്ലോക്ക് 1 നിന്ന് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമതാണ് നമുക്ക് ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബ്ലോക്ക് 5 നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ, 12.5%. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു മാർക്കിന്റെ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാർക്ക് ചോദിച്ചിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഇനി അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്, അതിന്റെ ട്രെൻഡ് കാണിക്കാനുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഏതൊക്കെ ബ്ലോക്ക് നിന്ന് എനിക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, അത് എസ് എ ടൈപ്പ് എങ്ങനെ, ലോങ് ടൈപ്പ് എങ്ങനെയെന്നൊക്കെയുള്ള ഒരു ഫോർമാറ്റ് ആണ് നമ്മൾ ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ പറയുന്നത്. നോർമലി നമുക്കറിയാം ഈ 2 പാർട്സ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 2 പാർട്സ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 65% ക്വസ്റ്റ്യൻസും ഈ രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് നോർമൽ ബാക്കിയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കാണാറുള്ളത്. പിന്നെ നമ്മൾ എഴുതുന്ന സമയത്ത് ബ്ലോക്ക് 2 എന്നൊക്കെ നമുക്ക് ചോദിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് ഡോക്യുമെന്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് 4 എന്നുള്ള മാനേജ്മെന്റ്, ഈ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് നന്നായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ബ്ലോക്ക് 5 നിന്ന ഡിവിഡന്റ്, ഓഡിറ്റ് ആൻഡ് വൈൻഡപ്പ്, ഇതും തന്നെ റെഗുലർ ആയിട്ട് നമുക്ക് ചോദിക്കുന്നുണ്ട്. എന്നാ പിന്നെ അത്രയൊന്നും വരാറില്ല, എന്നാൽ പിന്നെ നമുക്ക് അത്യാവശ്യം നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി നെക്സ്റ്റ് സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ടിപ്സ് ആണ് നമ്മൾ പറയുന്നത്. നമുക്ക് അറിയാം, നമുക്ക് 3 മണിക്കൂറായിരിക്കും എക്സാമിന് സമയം കിട്ടുന്നുണ്ടാവുക. 100 മാർക്കിനാണ് നമ്മൾ എക്സാം എഴുതുന്നുണ്ടാവുക. അപ്പൊ അത് എഴുതുന്ന സമയത്ത് എങ്ങനെ നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. അപ്പൊ ഒരു നമുക്കൊരു 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 20 മാർക്കിന് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി നമുക്ക് ഉണ്ടാവുക. അപ്പൊ അത് എഴുതുന്ന സമയത്ത് ഒരു 65 മിനിറ്റ്സ് ഒക്കെ നമുക്ക് എന്തിനു കൊടുക്കാനായിട്ട് പറ്റും, ഈ 2 പാർട്ട് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, 2 സ്പ്ലിറ്റ് ചെയ്ത് തരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസിന് നമുക്കൊരു 65 മിനിറ്റ്സ്, അപ്പൊ ഒരു 1 hour 5 minutes ഒക്കെ നമുക്ക് അതിനായിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ 55 മിനിറ്റ്സ്, അറൌണ്ട് 1 hour നമുക്ക് എന്തിനു കൊടുക്കാൻ പറ്റും, ഒരു ഈ ലോങ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിൽ
ഒരു 1 ലോങ് എസ്സേക്ക് അപ്പൊ 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് ഇത് ഈ രൂപത്തിൽ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പിന്നെ ഒരു 20 മിനിറ്റ്സ് മാത്രമേ നമ്മൾ എന്തിനായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഷോർട്ട് നോട്ട്സ് എഴുതാനുള്ളത് ഉണ്ടാവും. 10 മാർക്സിന്റെ 2 എണ്ണം ചോദിച്ചിട്ട് 2 ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് തന്നിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പൊ അതിനൊരു 20 മിനിറ്റ്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതേപോലെ തന്നെ ഒരു 5 മിനിറ്റ്സ് നമുക്ക് കമ്പാരിസൺ ക്വസ്റ്റ്യൻസിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിലൊന്ന് മാക്സിമം നമുക്ക് എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഒരു 30 to 35 മിനിറ്റ്സ് നമുക്കവിടെ ബാലൻസ് ഉണ്ടാവും. ഈ ഒരു ബാലൻസ് മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാം. ആദ്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ ചാടി എടുത്ത് നമ്മൾ ആൻസർ എഴുതുന്നതിന് പകരം നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം എങ്ങനെ നമുക്ക് ആൻസർ എഴുതാം എന്നുള്ളൊരു ഔട്ട്ലൈനും കൂടെ നമ്മൾ മൈൻഡിനകത്തൊന്ന് സെറ്റ് ആക്കുക. അതിനുശേഷമേ നമ്മൾ എഴുതി തുടങ്ങാനായിട്ട് പാടുള്ളൂ. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റ് ആക്കാനുള്ളതും നമ്മുടെ ആ ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യാനുള്ളതും ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് ആദ്യത്തെ 30 to 35 മിനിറ്റ്സ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, എഴുതി തുടങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴേ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചെടുത്തിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ടൈമിനകം തന്നെ എഴുതി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് കണ്ട് മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു 10 ടോപ്പിക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു 10 ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ്, ഭയങ്കര ഹൈ ഹീൽഡ് ആയിട്ടുള്ള ഒരു 10 ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനി ആൻഡ് ദെയർ കീ ക്യാരക്ടറിസ്റ്റിക്സ്. കമ്പനി, പല ടൈപ്പ് കമ്പനീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു അതിലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനീസ് ഏതൊക്കെയാണെന്ന് പറയുക, അതേപോലെ തന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ അതിന്റെ കൂടെ ഒന്ന് എഴുതി കൊടുക്കുക. 5 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പബ്ലിക് കമ്പനി ആൻഡ് പ്രൈവറ്റ് കമ്പനി. എന്താണ് പബ്ലിക് കമ്പനി, എന്താണ് പ്രൈവറ്റ് കമ്പനി, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതും തന്നെ ഒരു 5 ടൈംസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഹൂ ഈസ് എ പ്രൊമോട്ടർ, ഡിസ്കസ് ഫങ്ഷൻസ് ആൻഡ് ലീഗൽ പൊസിഷൻ. പ്രൊമോട്ടർ ആരാണ്, എന്താണ് പ്രൊമോട്ടർ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ലീഗൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്പ്ലെയിൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ക്ലോസ് ആൻഡ് മോഡ്സ് ഓഫ് ഓൾട്ടറേഷൻ. എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, എന്തൊക്കെയാണ് അതിനകത്തുള്ള ക്ലോസ്, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങനെയൊക്കെ ഇതിനകത്ത് നമുക്ക് ഓൾട്ടറേഷൻ വരുത്താൻ പറ്റും, ഓരോ ക്ലോസ് വൈസ് നമുക്ക് ഓൾട്ടറേഷൻ എങ്ങനെ വരുത്താം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ അതൊരു ഓൾട്ടറേഷൻ വരുത്തേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 ടൈംസ് നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഡിഫൈൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദ ലീഗൽ എഫക്ട്സ്. നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്, അതേപോലെ തന്നെ അതിന്റെ ലീഗൽ എഫക്ട് എന്താണെന്നുള്ളത് ഇതും 4 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. മെമ്മോറാണ്ടം, ആർട്ടിക്കിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് ആണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്കിപ്പ് ചെയ്യാനായിട്ട് പോകരുത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് പ്രോസ്പെക്ടസ് ആൻഡ് ഇറ്റ്സ് എസെൻഷ്യൽ കണ്ടന്റ്സ്. നമ്മുടെ പ്രോസ്പെക്ടസിന്റെ കൺസെപ്റ്റ് എന്താണ്, അതുപോലെ തന്നെ അപ്പൊ അത് ഒന്ന് ഡിഫൈൻ ചെയ്തിട്ടൊക്കെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് അതിന്റെ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ അതിനകത്ത് നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലെയിൻ ദ അപ്പോയിന്റ്മെന്റ്, ക്വാളിഫിക്കേഷൻ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ് നമ്മൾ ഒരു ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുക, അതേപോലെ തന്നെ ഇങ്ങനെ ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് ആണ് അവർക്ക് വേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ഡയറക്ടേഴ്സിന്റെ ഡ്യൂട്ടീസ്, ഇത്രയും കാര്യം ഒരു 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 8th ടോപ്പിക് വരുന്നത് ഡിസ്കസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിംഗ് ആൻഡ് റിക്വയർഡ് നോട്ടീസ് ഓഫ് വണ്ടർ. നമ്മുടെ കമ്പനി മീറ്റിംഗ്, ഏതൊക്കെ ടൈപ്പ് കമ്പനി മീറ്റിംഗ് ആണ് നമുക്കുള്ളത്, നമ്മളൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് 2 മീറ്റിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിംഗ് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഒരു മീറ്റിംഗ് നമുക്ക് കൂടുന്നതിന് മുമ്പ് നമ്മൾ നോട്ടീസ് അയക്കണം. അത് എങ്ങനെയാണ്, അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് പറയുന്നത് എന്നും, അതേപോലെ തന്നെ മീറ്റിംഗ് നമുക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ കോറം നമ്പർ പറയുന്നുണ്ട്.
എത്ര ആൾക്കാരുണ്ടായാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മീറ്റിംഗ് നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പൊ ഒരു ഫോറം നമ്പർ എത്രയാണ് വേണ്ടത് എന്നുള്ളത് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. 4 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ഡിവിഡൻഡ് ആൻഡ് ദ പ്രൊസീജിയർ ഫോർ ഇറ്റ് ഡിക്ലറേഷൻ. നമ്മുടെ ഡിവിഡൻഡിന്റെ പ്രൊസീജിയർ ഏതൊക്കെയാണ്, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാനുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് വരുന്നത് എന്ന് എഴുതാനാണ് 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ലാസ്റ്റ് വരുന്ന പോയിന്റ്, എക്സ്പ്ലെയിൻ വൈൻഡപ്പ് ഓഫ് എ കമ്പനി ആൻഡ് ഔട്ട്ലൈൻ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ്. കമ്പനിയുടെ വൈൻഡപ്പ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യുക, എന്താണ് വൈൻഡിങ് അപ്പ്, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് കമ്പനി വൈൻഡപ്പ് ചെയ്യാം, അത് ഏതൊക്കെ സ്റ്റെപ്സിലൂടെ അല്ലെങ്കിൽ എന്തൊക്കെ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് വേണം നമ്മളൊരു കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. 3 ടൈംസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനെ ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന 10 ടോപ്പിക്കുകൾ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്തായാലും നിങ്ങൾ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഒന്ന് എൻഷുർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ്, ഫ്രീക്വൻസി ടേബിൾ ആണ് നമ്മൾ പറയുന്നത്. അത് ഏത് ക്വസ്റ്റ്യൻ ആണ്, അത് ഏത് ബ്ലോക്കിൽ നിന്ന് ഏത് യൂണിറ്റിലാണ് വരുന്നത്, എത്ര തവണ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിന് വരുന്ന ഒരു ആവറേജ് മാർക്ക്, എക്സാക്ട് മാർക്കല്ല ആവറേജ് മാർക്കാണ് നമ്മൾ പറയുന്നത്. അതിനിടെ ആവറേജ് എത്ര മാർക്കാണ് വരുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ടേബിളിനകത്ത് വരുന്ന സമയത്ത് ആദ്യത്തിൽ തന്നെ വരുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ് കമ്പനീസ്. അത് കമ്പനിയുടെ മീനിങ് നമ്മൾ പറയണം, അതുപോലെ തന്നെ അതിന്റെ ടീച്ചേഴ്സും കൂടെ നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ബ്ലോക്ക് 1-ലാണ്, ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലാണ് 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആവറേജ് ഒരു 20 മാർക്സിനാണ് ഇത് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് കമ്പനി, എന്താണ് പബ്ലിക് കമ്പനി, എന്താണ് പ്രൈവറ്റ് കമ്പനി, എന്തൊക്കെയാണ് നമ്മുടെ ഡിഫറൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് 1-ൽ യൂണിറ്റ് 2-ലാണ് ഇത് വരുന്നത്. 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 20 മാർക്സ് ആണ് നമുക്ക് ഇതിന് ആവറേജ് മാർക്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. പിന്നെ പ്രൊമോട്ടർ ആരാണ്, അതുപോലെ തന്നെ പ്രൊമോട്ടർ ഫംഗ്ഷൻ എന്താണ്, ലീഗൽ പൊസിഷൻ എന്താണ് എന്നുള്ളൊരു ടോപ്പിക്. അതും ബ്ലോക്ക് 1-ൽ നിന്നുള്ള യൂണിറ്റ് 3 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. 20 മാർക്സിന് തന്നെയാണ് വന്നിട്ടുള്ളത്. ഏകദേശം എല്ലാം നമുക്ക് 20 മാർക്സിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ മെമ്മോറാണ്ടം എന്താണ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന്റെ ക്ലോസ്, അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് ഓൾട്ടറേഷൻ നടത്താം. ബ്ലോക്ക് 2-ൽ നിന്ന് യൂണിറ്റ് 6-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിന്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ അതിന്റെ ലീഗൽ എഫക്ട്. യൂണിറ്റ് 2-ാണ്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 7-ൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 4 ടൈംസ് തന്നെ ഇതിന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രോസ്പെക്ടസ് എന്താണ്, പ്രോസ്പെക്ടസിന്റെ മീനിങ്, അതുപോലെ തന്നെ പ്രോസ്പെക്ടസിന്റെ എന്തൊക്കെ കണ്ടന്റുകളാണ് നമുക്ക് പ്രോസ്പെക്ടസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 8-ലുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡയറക്ടേഴ്സ് ആരാണ്, ഡയറക്ടേഴ്സ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് ഡയറക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ് ചെയ്യാം, അവരുടെ ക്വാളിഫിക്കേഷൻ, അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളൊരു കാര്യം. ബ്ലോക്ക് 4-ൽ നിന്ന് യൂണിറ്റ് 30-ൽ നിന്നാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. 4 ടൈംസ് എക്സാം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് ആവറേജ് 20 മാർക്സ് ആണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുക. നെക്സ്റ്റ്, മീറ്റിംഗ്സിന്റെ ബ്ലോക്കിൽ നിന്ന് നമുക്ക് AGM, അതുപോലെ തന്നെ EGM, ആനുവൽ ജനറൽ മീറ്റിംഗും എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും, അത് എങ്ങനെ നമുക്കിത് കണ്ടക്ട് ചെയ്യാം, എന്താണ് ഇതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ അത് കണ്ടക്ട് ചെയ്യാനുള്ള കോറം നമ്പർ എത്രയാണ് വരുന്നത്, എന്തൊക്കെ റെസൊല്യൂഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പാസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ബ്ലോക്ക് 4-ൽ നിന്ന് യൂണിറ്റ് 16-ലാണ് ഈ ഒരു ടോപ്പിക് വരുന്നത്. 4 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ ഡിവിഡൻഡ് എന്താണ്, അതുപോലെ തന്നെ ഇതിന്റെ മീനിങ്, അതേപോലെ ഡിവിഡൻഡ് ഡിക്ലറേഷൻ, എങ്ങനെ നമുക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും, അതിന്റെ ഡിക്ലറേഷൻ പ്രോസസ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. ബ്ലോക്ക് 5-ൽ നിന്ന് യൂണിറ്റ് 17 എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 ടൈംസ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ വൈൻഡിങ് അപ്പ് എങ്ങനെയാണ്, എന്താണ് വൈൻഡിങ് അപ്പ്, എങ്ങനെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ പ്രൊസീജിയർ നമ്മൾ അതിന് ഫോളോ ചെയ്യണം, ഏതൊക്കെ മോഡ്സ് നമുക്ക് വൈൻഡ് അപ്പ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബ്ലോക്ക് 5-ൽ നിന്ന് യൂണിറ്റ് 20-ൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 3 ടൈംസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് 20 മാർക്സ്, ആവറേജ് 20 മാർക്സിനാണ് ഇത്രയും ടോപ്പിക്കുകൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഓരോന്ന് കറക്റ്റ് ആയിട്ട് തന്നെ ഈ പറഞ്ഞ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾ കവർ ചെയ്യുന്നുണ്ടുള്ളതൊന്ന് എൻഷുർ ചെയ്യുക. പിന്നെ ഒരു ഇൻസൈറ്റ് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പ് ആയിട്ടുള്ള 10 റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏകദേശം എല്ലാം 20 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. പിന്നെ ഈ വന്നിട്ടുള്ളതിനകത്ത് കൂടുതലായിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ബ്ലോക്കുകൾ 1-ഉം 2-ഉം അതുപോലെ തന്നെ 4-ഉമാണ്. ഇത് നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ടോപ്പിക്കുകൾ പഠിക്കുന്ന സമയത്ത് എന്താണ് ആ ഒരു ടോപ്പിക്, അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ, പ്രൊസീജിയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാം കൂടെ ചേർത്ത് ഒരു തിയറി ഫോമാറ്റിലോട്ട് ആക്കി മാറ്റാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, സ്ട്രാറ്റജിക് അഡ്വൈസ് പ്ലാനിലാണ് പറയുന്നത് എങ്ങനെ നമുക്ക് ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ സ്പീഡ് സ്ട്രക്ചർ മെത്തേഡാണ്. സ്പീഡ് സ്ട്രക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരു
5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് എഴുതി തുടങ്ങും. ഒരു 12 മിനിറ്റ്സ് കൊണ്ടൊക്കെ, ഒരു 5 മിനിറ്റ്സ് നമ്മൾ ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്താൽ 12 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് ഒരു ഹെഡിങ്ങും അതുപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളിത് എഴുതുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി എഴുതാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഡുവൽ പ്രാക്ടീസ് റൂൾ ആണ് പിന്നെ പറയുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം ഒന്ന് എഴുതിയൊക്കെ പഠിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 2 തവണയെങ്കിലും ഒക്കെ എഴുതി പഠിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ റിപ്പീറ്റഡ്ലി വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് 2 തവണ എഴുതുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതുപോലെ നീറ്റ് എക്സാമും കൂടെ ഒന്ന് എഴുതിയിട്ടൊന്ന് പഠിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് പ്രൊവിഷൻ റീകോൾ ടെക്നിക്സ് ആണ്. ഇവിടെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു ഫീച്ചേഴ്സും പ്രൊസീജിയറും കാര്യങ്ങളും എല്ലാം എഴുതുന്ന സമയത്ത് നമുക്ക് എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് പ്രത്യേകം നിങ്ങൾ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്കൊന്ന് റീകോൾ ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അതിന്റെ ഒരു പൈ ചാർട്ടാണ് നമ്മൾ തന്നിട്ടുള്ളത്. റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന്റെ ഒരു പൈ ചാർട്ടാണ്. നമുക്ക് ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ടോട്ടൽ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഒരു 17.5% റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതർ ക്വസ്റ്റ്യൻസ് 82.5% അല്ലാത്ത ക്വസ്റ്റ്യൻസും ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുവരെ നമ്മൾ എങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒരു 5 തവണത്തെ അല്ലെങ്കിൽ 5 സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. ഇനി ഓരോ നമ്മൾ പറയുന്ന ടോപ്പിക്കും ഏകദേശം എത്രത്തോളം പെർസെന്റേജ് ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പ്രഡിക്ഷൻ ആണ്. അതിന് ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 1 നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനീസ് എന്നൊരു ടോപ്പിക്ക് ഇനിയും ഒരു 72% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അപ്പൊ ഹൈ കാറ്റഗറി ക്വസ്റ്റ്യനിലാണ് ഇത് വരുന്നത്. ഈ ഫുട് നോട്ട് 1, 2, 3 എന്താണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് പറയുന്നുണ്ട്. ഓക്കെ, ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഒരു ടോപ്പിക് പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് കമ്പനി. ഇത് തന്നെ 70% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 പ്രൊമോട്ടർ എന്താണ്, അതുപോലെ പ്രൊമോട്ടർ ഫംഗ്ഷൻസ്, പൊസിഷൻ തുടങ്ങിയിട്ടുള്ള ഒരു ടോപ്പിക് 55% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 55 ആയതുകൊണ്ട് തന്നെ ഒരു മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻസിലാണ് നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 2 യൂണിറ്റ് 6 മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ 68% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം ലെവലാണ് വരുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു 65% ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മീഡിയം ലെവലാണ് നമ്മൾ ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 പ്രോസ്പെക്ടസ് 75% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രോസ്പെക്ടസ്. പിന്നെ ബ്ലോക്ക് 3 യൂണിറ്റ് 9 എന്നുള്ള ഡിബഞ്ചേഴ്സ് അതുപോലെ തന്നെ ഷെയർ, ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് ഡിബഞ്ചർ തുടങ്ങിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 40% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യനിലാണ് വരുന്നത്. പിന്നെ യൂണിറ്റ് 10 ബ്ലോക്ക് 3 യൂണിറ്റ് 10 ഒരു ടോപ്പിക് ഇഷ്യൂ, അതുപോലെ തന്നെ അലോട്ട്മെന്റ്, റൈറ്റ്സ്, ബോണസ് ഷെയർസ്. ഇഷ്യൂ ഷെയർസ് ഉണ്ട്, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ഉണ്ട്, പിന്നെ അത് റൈറ്റ് ഇഷ്യൂ ഉണ്ട്, ബോണസ് ഇഷ്യൂ ഉണ്ട്, ഷെയർസിന്റെ. അപ്പൊ ഈ ഒരു ടോപ്പിക്കുകൾ ഒരു 58% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ബ്ലോക്ക് 3 യൂണിറ്റ് 11 വരുന്ന ട്രാൻസ്ഫറും അതുപോലെ തന്നെ ട്രാൻസ്മിഷനും ഷെയർസും, അതും തന്നെ 45% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 3 വരുന്ന യൂണിറ്റ് 12 മെമ്പേഴ്സ് വേഴ്സസ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ള ടോപ്പിക്ക് 40% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻ ആയിട്ടാണ് നമ്മൾ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 4 യൂണിറ്റ് 13 ഡയറക്ടേഴ്സ്, അവരുടെ അപ്പോയിന്റ്മെന്റ്, ഡ്യൂട്ടീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ 72% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈ ഇൽഡ് ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 4 യൂണിറ്റ് 15 വരുന്ന കമ്പനി സെക്രട്ടറി ആരാണ് എന്നുള്ളത് 52% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 4 നിന്നുള്ള യൂണിറ്റ് 16 ഒരു ക്വസ്റ്റ്യൻ മീറ്റിംഗ് എന്താണ്, മീറ്റിംഗിന്റെ കോറം നമ്പേഴ്സ് എത്രയാണ് വരുന്നത്, റെസൊല്യൂഷൻസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് 82% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയും ഹൈ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 5 നിന്ന് ഇനി യൂണിറ്റ് 17 ഡിവിഡൻഡ് എന്താണ് എന്നുള്ളത് 42% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ആണ്. യൂണിറ്റ് 19 നിന്നുള്ള ഓഡിറ്റർ എന്താണ്, ഓഡിറ്റർ ആരാണ്, ഓഡിറ്റ് എങ്ങനെ കണ്ടക്ട് ചെയ്യാം തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒരു 38% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ലോ കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇനി ബ്ലോക്ക് 5 ലാസ്റ്റ് യൂണിറ്റ് 20 നിന്നുള്ള വൈൻഡിങ് അപ്പിന്റെ പ്രൊസീജിയർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒരു 50% ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മീഡിയം കാറ്റഗറി ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ടോട്ടൽ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പ്രഡിക്ഷൻ അനാലിസിൽ വരുന്നത്. നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ഇനി വരാൻ ചാൻസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
നമ്മൾ നേരത്തെ കൊടുത്തതിനകത്ത് നമുക്ക് കുറച്ച് ഫുട് നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓരോ ടോപ്പിക്കും നമ്മൾ എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മളത് നോക്കണം എന്നുള്ളത്. അപ്പൊ കമ്പനിയെ ചോദിക്കുന്ന സമയത്ത് അത് എങ്ങനെയൊക്കെ നമ്മൾ എഴുതണ്ടേ എന്നുള്ളത് ആ ഒരു കൺസെപ്റ്റ്, അതുപോലെ തന്നെ പ്രൈവറ്റ് പബ്ലിക് ഒക്കെ ഡിഫറൻസ് ചോദിക്കുന്നത് ചിലപ്പോൾ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും തുടങ്ങിയിട്ട് ഏതൊക്കെ രീതിയിൽ നമ്മളത് എഴുതണം എന്നുള്ള ഒരു ഫുട് നോട്ട്സ് ആണ് നമ്മൾ ഈ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ടൈപ്സ് ഓഫ് കമ്പനീസ്, അതുപോലെ തന്നെ പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് കമ്പനി, പ്രോസ്പെക്ടസ്, ഡയറക്ടേഴ്സ്, മീറ്റിംഗ് ആൻഡ് റെസൊല്യൂഷൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ടൈപ്പ് ഭാഗങ്ങളാണ് ഈ 5 ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അത് പഠിക്കുന്ന സമയത്ത് ടീച്ച് ബാക്ക് മെത്തേഡ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെത്താനെ പറഞ്ഞ് പഠിക്കുന്ന ടീച്ച് ബാക്കിംഗ് മെത്തേഡ് ഉണ്ടല്ലോ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിത് റീകോൾ ചെയ്തെടുക്കാനൊക്കെ വളരെ ഈസി ആയിരിക്കും ഈ രൂപത്തിലൊക്കെ നമ്മൾ ഇത് പഠിക്കുന്ന സമയത്ത്. അപ്പൊ അതൊക്കെ നിങ്ങളൊന്ന് പരീക്ഷിച്ചൊക്കെ നോക്കുക. പിന്നെ മീഡിയം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു 40 to 69% ഒക്കെ വരുമ്പോഴാണ് നമ്മൾ അതിന് മീഡിയം പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒരു 20 മാർക്സിനും 10 മാർക്സിന്റെ സപ്പാർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന്റെ ക്ലോസ് ഓൾട്ടറേഷന്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിന്റെ ലീഗൽ എഫക്ട്, അതിന്റെ ഓൾട്ടറേഷൻസ്, അതുപോലെ തന്നെ അലോട്ട്മെന്റ് ഷെയർസ്, അല്ലെങ്കിൽ റൈറ്റ് ഇഷ്യൂ, അല്ലെങ്കിൽ ബോണസ് ഷെയർസ് എന്താണ്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള പോയിന്റുകൾ, അതേപോലെ തന്നെ ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസും എന്താണ് എന്നുള്ളത്, പിന്നെ കമ്പനി സെക്രട്ടറി ആരാണ്, അതുപോലെ ഡിവിഡൻഡ് എന്താണ്, ഏതൊക്കെ ടൈപ്സ് ഡിവിഡൻഡുകൾ ഉണ്ട്, വൈൻഡപ്പ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള ഈ പോയിന്റ്സ്, ഇത് നമുക്ക് മീഡിയം പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് ഈ വരുന്ന ഡിഫറൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഡെഫിനിഷൻ, പ്രൊസീജിയർ, ഡിസ്റ്റിങ്ഷൻ ഒക്കെ ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഫാസ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. അതേപോലെ തന്നെ ലോ പ്രയോറിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അവിടെ നമുക്ക് ഓഡിറ്റ്, ഡിബെഞ്ചേഴ്സ്, മെമ്പേഴ്സ് വേഴ്സസ് ഷെയർ ഹോൾഡേഴ്സ് തുടങ്ങിയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെയാണ് നമ്മൾ ലോ പ്രയോറിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കാര്യം, കൺസെപ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ കൂടുതൽ ടൈം ഇങ്ങനെ നമുക്ക് അവിടെ കൺസ്യൂം ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇൻട്രോയും അതുപോലെ തന്നെ ബുള്ളറ്റ് പോയിന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷൻ കൂടെ കൊടുത്ത് എഴുതിയാലും മതിയാവും. അപ്പൊ ആ രീതിയിലൊക്കെ അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ഈ പറഞ്ഞ ഒരു പ്രോബിലിറ്റി ബാർ ക്രിയേറ്റ് ചെയ്തതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് നമുക്ക് പ്രോബിലിറ്റി കൂടുതൽ വരുന്നത് എന്നത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതുവരെ. മീറ്റിംഗ് റെസൊല്യൂഷൻ ഒക്കെ 82% ആണ്, പ്രോസ്പെക്ടസ് 75% ആണ്, കമ്പനീസിന്റെ ഡയറക്ടേഴ്സിൻ്റെത് 72% ആണ്. അങ്ങനെ ഓരോന്നും നമ്മൾ എത്ര പെർസെന്റേജ് ഉണ്ട് നമ്മൾ അവിടെ ടേബിളിൽ പറഞ്ഞ ജസ്റ്റ് ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് തന്നോളൂ. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയിലോട്ട് നമ്മൾ കിടക്കാൻ പോവാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന നമ്മുടെ ഡിസംബർ 2025 BCOC 135 കമ്പനിയിലൂടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും എന്നുള്ള പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് കാണിച്ചു തരുന്നത്. നമുക്കറിയാം 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്, 3 മണിക്കൂറായിരിക്കും നമുക്ക് ടൈം കിട്ടുന്നുണ്ടാവുക. എല്ലാം 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആദ്യം 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ എഴുതാൻ മതിയാവും. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് മീൻ ബൈ എ കമ്പനി as a separate legal entity under what situation may be corporate will be lifted. അപ്പൊ എന്താണ് ഈ കമ്പനി സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യം എഴുതണം. അതിനോടൊപ്പം തന്നെ നമ്മൾ എഴുതേണ്ടത് ഈ കോർപ്പറേറ്റ് വെയിൽ, നമുക്ക് കമ്പനിയിൽ ഒരു കോർപ്പറേറ്റ് വെയിൽ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ കോർപ്പറേറ്റ് വെയിൽ ചില സാഹചര്യങ്ങൾ അത് ലിഫ്റ്റ് ചെയ്യപ്പെടും, അത് നീക്കം ചെയ്യപ്പെടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ ലിഫ്റ്റ് ചെയ്യാറുള്ളത്, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു എ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിനെ തന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ ഇവിടെ 5 മാർക്കിന് 10 മാർക്കിനാണ് ആ ഒരു എ പാർട്ടിലെ ക്വസ്റ്റ്യൻ വരുന്നത്. അതിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, മെൻഷൻ ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ദിസ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ആ ഒരു കൺസെപ്റ്റ്, അതേപോലെ തന്നെ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, 10 മാർക്സ് ആണ്. അപ്പൊ അങ്ങനെ 20 മാർക്സ് ആ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യന് നമുക്ക് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് ചെയ്താണ് കൊടുത്തിട്ടുള്ളത്. എയും ബിയും 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എയിലെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ പ്രൊമോട്ടർ ആരാന്ന് നമ്മൾ എഴുതണം. അതേപോലെ തന്നെ ഡിസ്കസ് ദ ലീഗൽ പൊസിഷൻ ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ പ്രൊമോട്ടർ ഇൻ റിലേഷൻ ടു പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ട്സ്. പ്രൊമോട്ടർ ആരാണെന്നും അതേപോലെ തന്നെ പ്രൊമോട്ടറുടെ ഡ്യൂട്ടീസും അതുപോലെ തന്നെ അവരുടെ ലയബിലിറ്റീസും, അവർ ലീഗൽ പൊസിഷനും അതുപോലെ തന്നെ ലയബിലിറ്റീസും എന്തൊക്കെയാണെന്നുള്ളതാണ് അത്
പ്രീ ഇൻകോർപ്പറേഷൻ കോൺട്രാക്ടിന്റെ സമയത്തും കൂടെ ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ എഴുതാനായിട്ട്. അങ്ങനെ 2 മാർക്ക്, എന്താണ് ആരാണ് പ്രൊമോട്ടർ എന്നുള്ളതിന് 5ഉം ഈ ലീഗൽ പൊസിഷനും ലയബിലിറ്റീസും എഴുതിയതിന് 5 മാർക്കും 10 മാർക്കാണ് അവിടെ കിട്ടുന്നുണ്ടാവുക. ബി ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ പ്രൊസീജിയർ ഫോർ കൺവേർഷൻ ഓഫ് എ പ്രഡിക്റ്റീവ് കമ്പനി ഇൻ ടു എ പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയെ നമുക്ക് പബ്ലിക് കമ്പനി ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ്, നമ്മൾ പ്രൈവറ്റിനെ പബ്ലിക് ആക്കാനും പബ്ലിക്കിനെ പ്രൈവറ്റ് ആക്കാനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതില് പ്രൈവറ്റ് കമ്പനിയെ പബ്ലിക് ആക്കി മാറ്റുന്ന സമയത്തുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് എഴുതേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് എ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, എക്സ്പ്ലെയിൻ ഇറ്റ്സ് വേരിയസ് ക്ലോസസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ദെയർ ഓൾട്ടറേഷൻ. മെമ്മോറാണ്ടം എന്താണ് എന്നും മെമ്മോറാണ്ടത്തിന്റെ ക്ലോസുകൾ എന്താണ് എന്നുള്ളതും നമുക്ക് ആദ്യം അറിയണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എങ്ങനെ നമുക്ക് അതിനെ ഓൾട്ടറേഷൻ വരുത്താം എന്നുള്ളതും കൂടെ അവിടെ പറയണം. ടോട്ടൽ 15 മാർക്കാണ് ഒരു ക്വസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ മെമ്മോറാണ്ടം അതിന്റെ കണ്ടന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്ലോസുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ക്ലോസുകളായിട്ട് തന്നെ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതിലെ ബി ക്വസ്റ്റ്യൻ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ആൻഡ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം അതുപോലെ തന്നെ ആർട്ടിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിനാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ മീനിങ്, ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എ പ്രോസ്പെക്ടസ്. എന്താണ് പ്രോസ്പെക്ടസ്, അതിന്റെ മീനിങ്ങും ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും എല്ലാം എഴുതണം. ഡിസ്കസ് ദ ലീഗൽ കോൺസിക്വൻസസ് ഓഫ് മിസ്സ്റ്റേറ്റ്മെന്റ്സ് ഇൻ എ പ്രോസ്പെക്ടസ് അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ 400 to 500 വേർഡ്സ് ഒക്കെ എഴുതാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പ്രോസ്പെക്ടസ് എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് അതിന്റെ ലീഗൽ അതിലെ സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും വരുത്തി കഴിഞ്ഞാലുള്ള ലീഗൽ കോൺസിക്വൻസസ് എന്താണെന്നും കൂടെ ചേർത്തിട്ട് വേണം നമ്മളത് എഴുതാനായിട്ട്. നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പാർട്ട് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് എന്താണ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ റൂൾസ് റിലേറ്റിംഗ് ടു ദ ഇഷ്യൂ ആൻഡ് റിഡംഷൻ. പ്രിഫറൻസ് ഷെയർസ് എങ്ങനെ ഇഷ്യൂ ചെയ്യാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് ഷെയറാണ് റിഡീം ചെയ്യുക, എന്തൊക്കെയാണ് അതിന്റെ റിഡീം ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. അതിലെ ബി വരുന്നത് എക്സ്പ്ലെയിൻ ദ മീനിങ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് ഓഫ് ഷെയർസിന്റെ മീനിങ് എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ കണ്ടീഷൻ ആണ് വരുന്നത് എന്നുള്ളത് 10 മാർക്സിനാണ്. അങ്ങനെ ടോട്ടൽ 20 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6th വൺ വരുന്നത് ഡിഫൈൻ മെമ്പർഷിപ്പ് ഇൻ എ കമ്പനി. കമ്പനിയിലെ മെമ്പർഷിപ്പിന് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഹൂ ക്യാൻ ബിക്കം എ മെമ്പർ, ആർക്കൊക്കെ മെമ്പർ ആവാന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കൊക്കെ മെമ്പർ ആവാന്നുള്ളത് അവിടെ പറയണം. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ റൈറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ മെമ്പേഴ്സ് ആൻഡ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എ മെമ്പർ ആൻഡ് ഷെയർ ഹോൾഡർ. മെമ്പേഴ്സിന്റെയും അതുപോലെ തന്നെ ആർക്കൊക്കെ മെമ്പർ ആവാന്ന് പറയണം. അതുപോലെ മെമ്പറുടെ റൈറ്റ്സും ലയബിലിറ്റീസും എന്തൊക്കെയുണ്ട് നമ്മൾ പറയണം. അതേപോലെ നമുക്ക് ഒരു മെമ്പറും ഒരു ഷെയർ ഹോൾഡറും തമ്മിലുള്ള ഡിഫറൻസും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുന്ന 3 പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 6th ക്വസ്റ്റ്യനിൽ വരുന്നത്. ടോട്ടൽ 20 മാർക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ഹൂ ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ ഡയറക്ടർ. ഡയറക്ടറെ ആയിട്ട് നമുക്ക് ആരെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ക്വാളിഫിക്കേഷൻ ആൻഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ അണ്ടർ ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസ് ആക്ട് 2013 പറയുന്ന ഡയറക്ടറുടെ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻസും എന്തൊക്കെയാണ് എന്നുള്ളതും കൂടെ അവിടെ എഴുതണം. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഡിസ്കസ് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ജനറൽ ഡ്യൂട്ടീസ് ഓഫ് എ ഡയറക്ടർ. ഡയറക്ടറുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയും അതുപോലെ തന്നെ ജനറൽ ഡ്യൂട്ടിയും എന്താണ്. ഓക്കെ, നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടിയും ലയബിലിറ്റിയും എന്താണ് എന്നുള്ളത് അത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അതിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കമ്പനി മീറ്റിംഗ്. ഏതൊക്കെ കമ്പനി മീറ്റിംഗുകളാണ് നമുക്കുള്ളത്. അതിൽ തന്നെ എക്സ്പ്ലെയിൻ ദ പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ആനുവൽ ജനറൽ മീറ്റിംഗ് ആൻഡ് കോറം റിക്വയർമെന്റ്. ആനുവൽ ജനറൽ മീറ്റിംഗിനെ കുറിച്ചിട്ട് അതിന്റെ പ്രൊവിഷൻസും നമ്മൾ എഴുതണം. അതേപോലെ തന്നെ അതിന്റെ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മീറ്റിംഗ് കൂടാനായിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്പർ ഓഫ് മെമ്പേഴ്സിനെ നമ്മൾ പറയാം കോറം നമ്പേഴ്സ് എന്ന് പറയാം. അതിന്റെ റിക്വയർമെന്റ് എത്രത്തോളം ഉണ്ട്. അത് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ 20 മാർക്സ് ആണ് 8th ക്വസ്റ്റ്യന് കിട്ടുന്നുണ്ടാവുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ എനി 4 ഓഫ് ദ ഫോളോയിങ്. ഇവിടെ ടോട്ടൽ നമുക്ക് 6 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നമുക്ക് 4 പോയിന്റ്സ് നമുക്ക് എഴുതേണ്ടതുള്ളൂ. 4 പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരെണ്ണത്തിന് 5 മാർക്ക് വീതം 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1ാമത്തെ ടേം ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ്. 2ാമത്തെ ടേം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസ്.
മൂന്നാമത്തത് നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ NCLAT, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. നെക്സ്റ്റ് ഡിവിഡൻഡ് എന്താണ്, അതിന്റെ മീനിങ്ങും അതുപോലെ തന്നെ സോഴ്സും. നെക്സ്റ്റ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ലാസ്റ്റ് പോയിന്റ് വൈൻഡിങ് അപ്പ് വേഴ്സസ് ഡിസൊല്യൂഷൻ. എന്താണ് കമ്പനി വൈൻഡപ്പ്, എന്താണ് ഡിസൊല്യൂഷൻ, രണ്ടും രണ്ട് ടേം ആണ്, അത് രണ്ടും തമ്മിൽ ഡിഫറൻസ്. ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ഈ ഡിസംബർ 2025 ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത്, നമുക്ക് ഇതിന്റെ ആൻസേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.